ദൈവം അനുഗ്രഹിക്കട്ടെ, വീണ്ടും വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ പ്രഭാതത്തിനെ നമ്മുടെ അല്പസമയ ധ്യാനത്തിനായി നമ്മൾ വായിച്ച രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19-ാം അധ്യായം 21-ാം വാക്യത്തിന്റെ അവസാന വാക്യം ഒരാൾക്ക് വായിക്കാം. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ഇന്ന് നാം അകാടകയായി ചിന്തിക്കുന്ന ചിന്താവിഷയം മേക്ക് ഡിസൈപ്പിൾസ് എന്നുള്ളതാണ്. ശിഷ്യന്മാരാകുക, ശിഷ്യന്മാരെ ഉണ്ടാക്കുക. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. ഈ ഒരു വേദഭാഗം നമുക്ക് ലഭിച്ചതായ 3 വേദഭാഗങ്ങളും ശിഷ്യന്മാരാകുന്നതിന്റെ വിവിധ തലങ്ങളെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ചരിത്രമാണ്. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ അവിടെ നാം കാണുന്നത് ഏലിയാവ് ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ അനേക അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണും. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ 450 പ്രവാചകന്മാരെ ഏലിയാവ് നിഗ്രഹിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇസ്രായേൽ ഏലിയാവിനെ ഭീഷണിപ്പെടുത്തി ഏലിയാവ് അവിടുന്ന് ഭയപ്പെട്ട് ഓടി ചൂരച്ചെടിയുടെ കീഴിൽ ഇങ്ങനെ കിടന്ന് മരിച്ചാൽ പോകാമെന്ന് ആഗ്രഹിക്കുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് അവനെ തട്ടിയുണർത്തും. അവനോട് ചോദിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അതിന്റെ മറുപടിയൊക്കെ ഏലിയാവ് പറയുന്നത് നമുക്ക് കാണാം. എന്നാൽ മരിക്കുവാനായിട്ട് കിടന്നതായിരിക്കുന്ന ഏലിയാവിനെ ധൈര്യപ്പെടുത്തി ആ ഏലിയാവിനോട് പറഞ്ഞു, നിനക്ക് ശുശ്രൂഷകൾ ഇനിയുമുണ്ടോ? നീ ഈ ചൂരച്ചെടിയുടെ കീഴിൽ മരിക്കേണ്ടവനല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് എഴുന്നേറ്റോ, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന് നമ്മെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ആ ഉദ്ദേശം എന്തെന്നോ ചിന്തിക്കുവാനോ ആ ഉദ്ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ആയിരിക്കുവാനോ പലപ്പോഴും നാം ഇഷ്ടപ്പെടാറില്ല, അതിനെ മെനക്കെടാറില്ല. മറിച്ച് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ കൂടെ നമ്മുടെ സ്വന്തം അറിവിൽ കൂടെ ഈ ദൈവത്തെ കണ്ടെത്തുവാനായിട്ടാണ് പലപ്പോഴും നാം ശ്രമിക്കുന്നത്. ഇവിടെ ഏലിയാവിനെ നമുക്കറിയാം. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടതായ മനുഷ്യനാണ്. പലവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിന്റെ ചില പ്രത്യേകമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തോ അവൻ ദൈവമുണ്ടാകാൻ മുടക്കാതികൾ നടക്കുകയല്ല ചെയ്തത്. മറിച്ച് അവന്റെ ബുദ്ധിയിൽ, അവന്റെ ശക്തിയിൽ, അവന്റെ കഴിവിലേക്ക് അവന്റെ ആശ്രയം കൊണ്ടുപോകും. ആ ആശ്രയം വെച്ച് നോക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. കാരണം മുൻപോട്ടുള്ള ജീവിതം സാധ്യമല്ല, മുൻപോട്ട് ജീവിക്കുവാനായിട്ട് കഴിയില്ല അവന്റെ ബുദ്ധിയിൽ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഏലിയാവ് വിചാരിച്ചു, മറ്റൊരുത്തന്റെ കയ്യിലെ വെട്ടുകൊണ്ട് ചാകുന്നതിനേക്കാണ് ഞാൻ സുഖകരമായി ചുമർച്ചെടിയുടെ തോട്ടിൽ കിടന്ന് മരിക്കാം. ഏലിയാവ് അങ്ങനെ ഓടിപ്പോയവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അവിടെ ഒരു ദൈവികമായിരിക്കുന്ന പദ്ധതി എന്തെന്ന് ഏലിയാവ് ചിന്തിച്ചില്ല. എന്താണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പല
നമ്മുടെ അറിവിലേക്ക് മടങ്ങി വരികയാണ്, നമ്മുടെ കഴിവിലേക്ക് മടങ്ങി വരികയാണ്, നമ്മുടെ ആശ്രയങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഹിതത്തോട് ചേർന്ന് വായിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചന. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ? ആ പദ്ധതിക്കായിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നമുക്കറിയാം, അതിന്റെ 19-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചോ, നിന്റെ പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവൻ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ ഈ ഏലിയാവ് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തതായ ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ എത്രയോ ആലോചനകൾ ഇറങ്ങി പുറപ്പെട്ടവനാണ്. ഇസ്രായേലിന്റെ 450 പ്രവാചകന്മാരെ വകവരുത്തിയവനാണ്. പക്ഷേ അവനൊരു സ്ത്രീയുടെ മുമ്പിൽ ഇപ്പോൾ ഭയപ്പെട്ടു പോയി. അവൻ ദൈവത്തോടല്ല ആലോചന ചോദിച്ചത്, അവന്റെ സ്വന്തം ബുദ്ധിയോട് ചോദിച്ചു. അവൻ കണ്ടതായിരിക്കുന്ന കാഴ്ചകളിൽ നിന്നോ അവൻ തന്നെ തീരുമാനമെടുത്തു, ഇങ്ങനെ തന്നെ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ചില സഭകളിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാ, കമ്മിറ്റിക്കാരോട് ഒരു പ്രയാസം തോന്നിയാൽ അപ്പോഴേ ചിലര് പറയും, ഇനി ഈ കമ്മിറ്റി ഇറങ്ങിയിട്ട് ഞാൻ പള്ളി വരും. ഉപദേശികളോ അച്ഛനോടോ കപ്പ്യാച്ചനോടൊക്കെ ഒരു പിണക്കം തോന്നിയാൽ പറയും, ഞാൻ ഇനി ഇവര് പോയിട്ട് പള്ളിയിൽ കയറുന്നു. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ തീരുമാനമെടുക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ദൈവത്തിൽ നിന്ന് അവരൊക്കെ മാറിപ്പോകും. അവരുടെ ദോഷമായിരിക്കുന്ന തീരുമാനങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാതെ വരും. ഇവിടെ ഏലിയാവ് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കണമായിരുന്നു. അവനത് ചെയ്തില്ല. എന്നാൽ അവനെ സൃഷ്ടിച്ചോ പരിപാലിച്ചോ നിയോഗത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞു, നീ പുറത്തു വരിക, നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ പുറത്തു വരണം. എന്തിൽ നിന്നാ പുറത്തു വരേണ്ടത്? നിന്റെ ബുദ്ധിയിൽ, നിന്റെ കഴിവിൽ, നിന്റെ ശക്തിയിൽ നീ കൂട്ടി നീ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, നീ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെൽട്ടർ, നിനക്കും ഒരു പാർപ്പിടം അവിടെ വലിയ സുഖമാണെന്നാ വിചാരം. ഏലിയാവോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ ആ പാർപ്പിടത്തിൽ നിന്നോ നിന്റെ ആ സംരക്ഷണത്തിൽ നീ പുറത്തു വരണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. നാം കെട്ടിയിരിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്, നാം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ചില ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഈ നിയമത്തിൽ നിന്ന് പുറത്തു വരണം. അതല്ല നമ്മുടെ പാർപ്പിടം. അവിടെ നിന്ന് നാം സ്വതന്ത്രമായി പുറത്തു വരുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഇനി പകൽക്കാലം ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മെ വിട്ടുകൊടുക്കണം. കർത്താവിനോട് ചോദിക്കുന്ന, കർത്താവേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യണേ? ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ അടിയനില്ല, അടിയനെ അയക്കണമേ എന്ന ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവിടെ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ പുറത്തു വരിക. നിനക്ക് കൊള്ളാമെന്ന് വിചാരിച്ചു നീ തന്നെ നിന്റെ ബുദ്ധിയിൽ കെട്ടിയതായ ഈ സംരക്ഷണം അല്ല യഥാർത്ഥ സംരക്ഷണം. അതല്ല യഥാർത്ഥമായിരിക്കുന്ന രീതി. അതല്ല ശരിയായിരിക്കുന്ന വസ്തുത. അതല്ല, നീ അവിടെ കിടന്ന് വലിക്കേണ്ടവനല്ല. നീ പുറത്തു വരണം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ പുറത്തു വന്നു. അവൻ പുറത്തു വന്നപ്പോഴാണ് ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ശബ്ദം അപ്പോഴാണ് കേട്ടത്. നമ്മൾ പലവിധമായിരിക്കുന്ന ചട്ടക്കൂടുകളിൽ
കുടുംബ മഹിമകളിലായിരിക്കാം, ലോകപ്രകാരമുള്ള സാധ്യതകളൊന്നും നമുക്കില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ കണ്ണോ നിന്റെ ഭൗതികമായിരിക്കുന്ന നന്മകൾ നോക്കിയോ, നിന്റെ ഭൗതികമായിരിക്കുന്ന ശ്രേഷ്ഠതകൾ നോക്കിയോ അല്ല, മറിച്ച് നിന്നെ കൊണ്ട് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം തന്നുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഏലിയാവ് ചാടി എണീറ്റു. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പിന്നാലെ പോയി. നമുക്ക് താഴേക്ക് അറിയാം, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു, രാജ്യങ്ങൾക്ക് എതിരെ സംസാരിച്ചു, അനുഗ്രഹത്തിന്റെ വഴികളെ തുറന്നു കൊടുത്തു അനേകർക്കാർ. വീണ്ടും താഴേക്ക് വരുമ്പോൾ അവിടെ ഏലിയാവിന്റെ ശിഷ്യനായി എലീശ വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെ ശിഷ്യനാകണം? ദൈവത്തിന്റെ ശബ്ദം കേട്ടവനെ മാതൃകയാക്കി. ദൈവവാണിയിൽ നടന്നവനെ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവനെ മാതൃകയാക്കി അവന്റെ ശിഷ്യനാകണം. പലപ്പോഴും നമ്മുടെ ലോകമനുഷ്യനെ നോക്കിയിട്ടാണ് നമ്മൾ ശിഷ്യത്വം കണ്ടെത്തുന്നത്. ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകമായിട്ട് സുവിശേഷം പറയാൻ പോകുക എന്നുള്ളത് മാത്രമല്ല, അതതിന്റെ ഒരു ഭാഗമാണ്. ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശിഷ്യരായിരിക്കുക എന്നർത്ഥം. എങ്ങനെയായിരിക്കാൻ സാധിക്കും? നമുക്ക് നമ്മെ തന്നെ ദൈവപ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ നമുക്ക് ശിഷ്യരായിരിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് കൂടുതൽ വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് റോമർക്ക് എഴുതിയ ലേഖനമാണ്, 16-ാം അധ്യായം. അവിടെ ധാരാളം സ്ത്രീകള് യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. ധാരാളം പേര് അവിടെ ഒന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഫേബ മുതൽ നാം കാണുകയാണ്. കർത്താവിന്റെ ശിഷ്യരായിരിക്കുന്ന സ്ത്രീജനത്തെ കാണുന്നു. അവരെല്ലാം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവരൊക്കെ ശിഷ്യന്മാര് സുവിശേഷം പറഞ്ഞു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. അവരൊക്കെ മേശമേൽ ശുശ്രൂഷിക്കുന്നവരായി. മേശമേൽ ശുശ്രൂഷിക്കണം. അങ്ങനെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. അവര് അപ്പോസ്തലന്മാരെ പോലെ വേദപുസ്തകവുമായിട്ട് ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയാത്തവർക്ക് അങ്ങനെ സുവിശേഷം പറഞ്ഞവരായിരിക്കണമെന്നില്ല. മേശമേൽ ശുശ്രൂഷിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരെ ദൈവമക്കളോ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ അവർ കൂടിയിരിക്കുന്നവർക്ക് വന്ന് അവർക്ക് വേണ്ടി സ്വമേധയായി വേല ചെയ്യുന്നവരായിരുന്നു ഈ പറഞ്ഞ സ്ത്രീകളെല്ലാം. അപ്പോൾ അവര് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി അവിടെ പൗലോസ് എടുത്തു പറയുന്നു. ഈ സ്ത്രീജനങ്ങളെ അവരെങ്ങനെയാണ് ഈ ശിഷ്യന്മാരായി തീർന്നതോ? അവര് അപ്പോസ്തലന്മാരിൽ നടക്കുന്ന വൻകാര്യങ്ങളെ കണ്ടിട്ട് ആ ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന്റെ ശിഷ്യന്മാരായി സ്വമേധ അവരെ തന്നെ ശുശ്രൂഷക്കായി ഏൽപ്പിച്ചു കൊടുത്തു. അവര് പ്രാർത്ഥനയിലും മേശമേലുള്ള ശുശ്രൂഷയിലും അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തലന്മാരെ പരിചരിക്കുന്നതിലും അവർ വളരെ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞതോ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ കണ്ട് ശിഷ്യന്മാരായിത്തീരും. ഒന്ന് ഞാൻ പറഞ്ഞു, നാം എങ്ങനെ ശിഷ്യന്മാരായി തീരണം? ആരുടെയും നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ശിഷ്യന്മാരായിരിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞതോ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരായി തീരുന്നവരെ കുറിച്ചാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ പ്രവർത്തിക്കുന്ന ദൈവമാണ് നാം ബോധ്യം വരുമ്പോഴാണ് ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് ആ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ വിഷയത്തോട് അനുബന്ധിച്ചോ നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഒരു ബോധ്യമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അന്നത്തെ വേദഭാഗത്തിൽ അതാണ് നാം കാണുവാനായിട്ടിടയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു,
പുരോഹിതനായി, മഹാപുരോഹിതനായി ദൈവത്തെ കാണും. രണ്ടാമത് മാർക്ക് പങ്കച്ചവരായി നാം കാണുന്നു. എന്താണ് അതിന്റെ അർത്ഥം? മാർക്ക് പങ്കച്ച വെക്കുന്നത് രാജാക്കന്മാരാണ്. അവരുടെ രാജവസ്ത്രം ധരിച്ചിട്ട് ഏറ്റവും പുറത്തം അവരുടെ കച്ചയെടുത്തിടും. അത് രക്തങ്ങൾ കൊണ്ടും സ്വർണ്ണം കൊണ്ടും രക്തങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചതാണ്. അത് രാജാക്കന്മാർക്ക് മാത്രമേ അങ്ങനെ പാടുള്ളൂ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രാജാവായി പ്രത്യക്ഷനാകുന്നു. വീണ്ടും അവിടെ വായിക്കുന്നത് അവന്റെ മനുഷ്യഗുണമുണ്ടായിരുന്നു. മനുഷ്യനോട് സദൃശ്യം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവന്റെ മാനുഷികത്വം അവിടെ വെളിപ്പെടുകയും മഹാപുരോഹിതനായും രാജാവായും അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനായി പ്രത്യക്ഷനാകുന്നു. വീണ്ടും അവന്റെ വെളിപ്പാടുപുസ്തകം എഴുതിയിരിക്കുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത മഞ്ഞ് പോലെ അവന്റെ വിശുദ്ധിയെ കാണിക്കുകയാണ്. അത് വിശുദ്ധിയിൽ അതിഭയങ്കരമായിരിക്കുന്ന ദൈവം. വീണ്ടും നാം നോക്കുമ്പോൾ അഗ്നിജ്വാലയുള്ള കണ്ണുള്ളവൻ. അഗ്നിയുടെ പ്രത്യേകതകൾ എന്താ? പല പ്രത്യേകതകളും നമുക്കറിയാം. അഗ്നി ദഹിപ്പിക്കുന്നതാണ്, അഗ്നി സൗഖ്യം നൽകുന്നതാണ്, അഗ്നി ചൂട് പകരുന്നതാണ്, അഗ്നി ആഹാരം പാകം ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതിന്റെ ആത്മീക അർത്ഥങ്ങളുണ്ടോ? ഒരു മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന സകലത്തെയും അനുഗ്രഹിച്ചു നൽകാൻ മതിയായിരിക്കുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവം, ആ ദൈവമാണ് യോഹന്നാൻ പ്രത്യക്ഷനായത്. വീണ്ടും നാം അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ അവന്റെ കാലുകൾ എങ്ങനെയുള്ള കാലുകളാണ്? വെള്ളോട്ടിന് സദൃശ്യമായ കാല്. എങ്ങനെയുള്ള വെള്ളോട്? ഒരേ ചുട്ടുപഴുപ്പിച്ച വെള്ളോട് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ അധികാരത്തെ അവിടെ കാണുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദൈവം എന്തിനാ ഇങ്ങനെ പ്രത്യക്ഷനായത്? അവന്റെ സർവാധികാരത്തെ കാണിക്കുന്നതിന് ഒരു മഹാപുരോഹിതനായും രാജാവായും വിശുദ്ധിയിൽ ഭയങ്കരനായും തീജ്വാലിക്കുന്ന കണ്ണുള്ളവനായും ദൈവത്തിന്റെ സ്തോത്രം സർവാധികാരിയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിന്റെ ശിഷ്യരായി അങ്ങനെ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് അതൊരു ചെറിയ കാര്യമല്ല. ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യമാണ് കർത്താവ് എനിക്കും നിങ്ങൾക്ക് നൽകിയത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യം അവന്റെ ശിഷ്യരായിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതോ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ കണ്ടോ അവർക്ക് യേശുവിന് ശിഷ്യരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും നാം ഇവിടെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതാ യേശുവിന്റെ യോഹന്നാന്റെ ശിഷ്യന്മാരെ നാം കാണും. എങ്ങനെ അവരെ ശിഷ്യരായിട്ടുള്ളതോ യോഹന്നാൻ അവരെ വിളിക്കുകയൊന്നും ചെയ്തില്ല. നിങ്ങളെ യേശുവിന്റെ ശിഷ്യരായിരിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ അവരുടെ യാത്രയിൽ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അത് കേട്ടവനവന്റെ ഹൃദയത്തിന്റെ അകത്ത് മനസ്സിലായി, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. സ്തോത്രം. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയി യേശുവിന്റെ ഇടതും വലതും രണ്ടുപേരെ ക്രൂശിച്ചു. രണ്ട് കള്ളന്മാർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂണ്ട കള്ളന്മാരാ രണ്ടുപേരും. പക്ഷെ ആ ഒരുവന് എങ്ങനെ മാനസാന്തരം ഉണ്ടായി? അവൻ അതുവരെ കള്ളന്മാരം ചെയ്തപ്പോൾ അവനെ പിടിച്ചുകൊണ്ടുവന്നതാണ്. അവനെ കൊണ്ടുവന്ന് അവന്റെ കള്ളം ആ കുറ്റം അതിവലുതായപ്പോൾ അവനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയത്. ചെറിയ കുറ്റം ചെയ്യുന്നവരെ ക്രൂശിക്കത്തില്ല, വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവനെ ക്രൂശിക്കുന്നു. അങ്ങനെ ക്രൂശിക്കുവാൻ കൊണ്ടുവന്ന് രണ്ടുപേരും ഒരേപോലെ കുറ്റം ചെയ്തവരാണ്. ഒരുത്തൻ കർത്താവിനെ നിന്ദിച്ചു. നീ വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്, നീ ഇവിടെ തൂക്കപ്പെട്ടിരിക്കുക, നീ നിന്നെ രക്ഷിക്കുക, ഞങ്ങളെ കൂടെ രക്ഷിക്കും. ആ ഒരു കള്ളൻ അങ്ങനെയാ ബോധ്യമായത്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം, എന്നെ രക്ഷിക്കണമെന്നല്ല പറഞ്ഞത്.
അതേസമയം യേശുവിനെ ക്രൂശിക്കുന്ന സമയവും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈ ആഞ്ഞടിക്കുമ്പോൾ അവൻ പറഞ്ഞ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണം. അവനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം പോലും നമ്മൾ 7 മൊഴി നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ, കർത്താവ് പറഞ്ഞതായിരിക്കുന്ന 7 മൊഴി. ആ 7 മാത്രമായിരിക്കണമെന്നില്ല പറഞ്ഞത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കള്ളന് മനസ്സിലായി, ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല. ആ ബോധ്യം ലഭിച്ചതെന്നാണ് യേശുവിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഇതാ യോഗക്കാരൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് കേട്ടതായിരിക്കുന്ന ഈ 2 പേരെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായതോ ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയമുള്ള ദൈവമക്കളെ, അവര് ഇരുവരും അവന്റെ ശിഷ്യന്മാരായി തോന്നുന്നു. എങ്ങനെ ശിഷ്യന്മാരായി? അവനെ സൂക്ഷിച്ചു നോക്കിയതുമാണ്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ യേശുവിനെ സൂക്ഷിച്ചു നോക്കാത്തവരാണ്, വളരെ വേഗമായിട്ട് നോക്കുന്നവരാണ്, ശ്രദ്ധയില്ലാതെ നോക്കുന്നവർ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? യേശു ആരാണെന്ന ബോധ്യം വരുന്നില്ല. ഈ യേശു ആരാണെന്ന ബോധ്യം വരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ കണ്ട കർത്താവ് നമ്മുടെ ജീവനിലേക്കോ മരണത്തിലേക്കോ തള്ളിയിടാൻ തീരുമാനിക്കുന്നവരാണ്. ആ ബോധ്യം പലപ്പോഴും വരാറില്ല. ആ ബോധ്യം വരാത്തത് കൊണ്ടോ അനേക ക്രിസ്ത്യാനികളും CSIക്കാരും മദ്യത്തിന് അടിമകളാണ്. അനേക CSIക്കാര് ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാത്തത് കൊണ്ട്, യേശുവിനെ ശ്രദ്ധിച്ച് കാണാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് അനേക CSIക്കാരും പാപത്തിൽ കിടക്കുന്നവരാണ്. അതിനകത്തൊന്നും ഉയർന്നു വരുവാനായിട്ട് കഴിയാതെ പോവുകയും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ശിഷ്യരായി തീരുന്നു. 3 വിധമാണ് നാം പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്ത്. ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ ശിഷ്യരായി തീരുന്നു. രണ്ടാമത് നാം കണ്ടത് ദൈവമക്കളുടെ പ്രവൃത്തികളെ കണ്ടിട്ട്, ദൈവമക്കളുടെ സാക്ഷ്യങ്ങളെ കണ്ടിട്ട് അവയെ കേട്ടിട്ട് ശിഷ്യന്മാരാകുക. 3, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ ശിഷ്യരായി തീരുക. പ്രിയമുള്ള ദൈവമക്കളെ, നാം കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ നമുക്കായി ഒരുക്കിയ ജീവരക്ഷ കണ്ടെത്തുവാനായിട്ട് സാധ്യമായി. അവന് ജീവന്റെ ഉറവുണ്ട് എന്ന് മനസ്സിലായ ആ കർത്താവിനെ വിട്ട് നടക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന് നിത്യജീവന്റെ ഉറവുണ്ടല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ആ ഉറവ് കണ്ടെത്തിയവരെല്ലാവരും അവനെ പിൻപറ്റും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവ് ആഗ്രഹിക്കുന്നവരെല്ലാം വരട്ടെ. കർത്താവിൽ നിന്ന് ഒഴുകുന്നതായിരിക്കുന്ന ആ ജീവനീരുറവിൽ നിന്ന് പാനം ചെയ്യണം. ആ പാനം ചെയ്യുമ്പോഴാണ് നാം കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരായി തീരുന്നത്. നമ്മുടെ പേര് കൊണ്ടോ, പ്രശസ്തി കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടോ, കുലഭാഗ്യം കൊണ്ടോ, കുടുംബഭാഗ്യം കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകാൻ പാടില്ല. സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു മാർഗമാണ്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും പൂർണ്ണമായി ഉള്ളത്തിൽ സ്വീകരിച്ചു അവന്റെ ശിഷ്യയാകുക. നമുക്കതിന് സാധ്യമായി തീരണം. നമ്മുടെ ജീവിതാവസാനം വരെയും ഈ ക്രിസ്തുവിനെ മുറുകെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകും. അപ്പോൾ അവന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാനായിട്ട് സാധ്യമാകും. അങ്ങനെ ശിഷ്യന്മാരായി തീരുന്നവർക്ക് കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷത്തിൽ അവരോടുകൂടെ പറന്നുപോയി സന്തോഷിക്കുവാൻ സാധ്യമായി. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും അതിനായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ഉത്തമ ശിഷ്യരായിരിക്കാൻ, കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതോ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങനെ ശിഷ്യരായി
ഞങ്ങൾ പടുത്തുയർത്തുന്ന ഞങ്ങളുടെ അറിവിന്റെ, ഞങ്ങളുടെ പരിജ്ഞാനത്തിന്റെ, ഞങ്ങളുടെ ചിന്തയുടെ ഒരു പാർപ്പിടത്തിൽ കഴിയുവാൻ കർത്താവെ, ആ ഒരു ബന്ധനത്തിൽ കഴിയുവാനായിട്ടല്ല ഞങ്ങൾ പുറത്തു വന്ന് കർത്താവിന്റെ ദർശനം ദർശിച്ച് കർത്താവിന്റെ ശിഷ്യരായി, കർത്താവിനെ പിൻപറ്റുന്നവരായി, കർത്താവിന്റെ വേല ചെയ്യുന്നവരായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ ശിഷ്യരായി കർത്താവെ ജീവിതാന്ത്യം വരെ നിലനിൽക്കുവാൻ അവിടുത്തെ സ്വർഗീയ കൃപ ഞങ്ങളുടെ പകരണം. ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ ശിഷ്യരായി തീർന്നവരാണ്. കർത്താവെ, ആ ശിഷ്യത്വത്തിൽ നിന്നോ മാറിപ്പോകാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഈ ലോകത്തിന്റെ ചിന്തകളോ ഞങ്ങളുടെ സ്വന്തമായിരിക്കുന്ന ചിന്തകളോ പ്രകാരം കർത്താവെ ഞങ്ങൾ അങ്ങിൽ നിന്ന് മാറിപ്പോകുവാൻ, യഥാർത്ഥ ശിഷ്യത്തിൽ നിന്ന് വീണു പോകുവാൻ അവിടുന്ന് ഒരു നാൾ ഞങ്ങളെ അനുവദിക്കരുത്. കർത്താവെ, ജീവിതാന്ത്യം വരെയും അഥവാ കർത്താവിന്റെ വരവ് ഏതാകുന്നു ആദ്യം അതുവരെയും അങ്ങയുടെ ഉത്തമ സാക്ഷികളായിരിക്കാനും അങ്ങയുടെ ഉത്തമ ശിഷ്യരായിരിക്കാനും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോൾ അവിടുത്തെ സമാധാനം ഞാൻ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു പറഞ്ഞു സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവസഭയെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാ